നമ്മുടെ ഈ വിഷുവൊക്കെ ആണല്ലോ, മറ്റേ കുട്ടിക്കാലത്തിൽ മറ്റേ ഈ കൃഷ്ണനെ കണി കാണാൻ പോകുന്ന ആ സംഭവങ്ങളൊക്കെ, അങ്ങനത്തെ ഓർമ്മകളൊക്കെ ഉണ്ടോ? അങ്ങനെ ഞാൻ പോയിട്ടില്ല, സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ട്. എന്തുകൊണ്ട് പോവാതിരുന്നേ? അങ്ങനെ സിറ്റുവേഷൻ കിട്ടുന്ന കൈനീട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. റിയൽ ലൈഫിൽ ശരിക്കും കൃഷ്ണനായിരുന്നോ പണ്ട്? വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമാ മോഹമൊക്കെ ഉള്ളിലുണ്ടായിരുന്ന ഒരാളാണ്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ ചെയ്ത് വരുന്നു, പിന്നെ തൊട്ടതെല്ലാം പൊന്നാക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ആ കാലത്ത് നിന്ന് ഇപ്പൊ എത്തി നിൽക്കുന്ന ആ ഒരു ദൂരം ഉണ്ടല്ലോ, അതിനെങ്ങനെയാ കാണുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. എന്നിട്ടില്ല, പുറത്തിറങ്ങുമ്പോൾ നാലാൾക്കാർ തിരിച്ചറിയുമ്പോൾ, നമ്മുടെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചൊരു സ്ഥലത്ത് എത്തിപ്പെട്ടേക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ അടുത്തും ചാൻസ് ഒക്കെ ചോദിച്ച് ചെറിയ ക്യാരക്ടറൊക്കെ ചെയ്ത് ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് ഒരുപാട് കഥകൾ വരുന്നുണ്ട്. നമുക്കത് സെലക്റ്റീവ് അല്ല, ഇല്ല അങ്ങനെയൊന്നുമില്ല. വരുന്ന സാധനങ്ങൾ എല്ലാം ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ വരുന്ന സാധനങ്ങൾ ചെയ്യാം, ആളുകൾ കാണുന്ന സിനിമകൾ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴും ആഗ്രഹം. കുറച്ചും കൂടെ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, അല്ല നല്ല ക്യാരക്ടറൈസ് ചെയ്യാന്നുള്ളതാണ്, നല്ല സ്വഭാവ നടനാവുക എന്നുള്ള തന്നെയാണ് അന്നൊന്നും ഇപ്പോഴും ആഗ്രഹം. ഇപ്പൊ ഞാൻ പ്രതീക്ഷ വെച്ചാല് ചേട്ടൻ കുറച്ചുകൂടി ചൈൽഡിഷ് ആയിരിക്കും. ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാള്. ഞാൻ എന്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ചേട്ടൻ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട്, പക്ഷെ ഇത് സൗണ്ട് ഭയങ്കര മാറ്റം. അതങ്ങനെ തന്നെയാണ് നേരത്തെ എന്റെ ക്യാരക്ടേഴ്സ് കണ്ടിട്ടൊക്കെ ആയിരിക്കും. പിന്നെ നിങ്ങൾ നാലുപേരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും. അത് ക്യാമറകളൊക്കെ ഇതിലും വലിയ ക്യാമറയിലൊക്കെ അമ്മാനമാടുന്ന ആൾക്കാരാണ് പറയുന്നത്. ഇപ്പൊ ചിദംബരം ഇനിയിപ്പോ ഒരു സിനിമ സംവിധാനം ചെയ്യണമെങ്കിൽ ആര് വെച്ച് പടം ചെയ്യണം എന്നാണ് ഒരു ആഗ്രഹമുള്ള, അങ്ങനെ ഒരു ഡ്രീം ഉണ്ടോ? മമ്മൂട്ടി, മോഹൻലാൽ, കഥ ഉണ്ടെങ്കിൽ പറയാം. ഞാൻ കഥ